ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തോൽവിയാണ് CPM നേരിട്ടത്. വെറും 26 സീറ്റുകൾ മാത്രമാണ് അവർക്കുള്ളത്. 66 സീറ്റിൽ നിന്നാണ് 26ലേക്ക് ഒറ്റയടിക്ക് ചുരുങ്ങിപ്പോയത്. 35 സീറ്റ് മാത്രമാണ് LDF മുന്നണിക്കാകെയുള്ളത്. ഈ മുന്നണികളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെയൊക്കെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലടക്കം MV ഗോവിന്ദനെ, പിണറായി വിജയന്, CPMന്റെ ഒരു സംഘടനാ ശൈലിക്കൊക്കെ വലിയ വിമർശനം ഏൽക്കേണ്ടി വന്നു. പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ ഒരു സർവാധികാരമാണ് ഈ ഒരു വലിയ തോൽവിക്ക് കാരണമെന്ന് പോലും CPI പോലും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടു. പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്ര പേർ ഈ വാർത്ത ഓർത്തിരിക്കുന്നുണ്ടാകും? ഇപ്പോൾ കഴിഞ്ഞ മാസം 12-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM സ്വീകരിക്കാൻ പോകുന്ന നടപടികളുടെ സ്വഭാവം വ്യക്തമാക്കിക്കൊണ്ട് റിപ്പോർട്ടർ TV നടത്തിയ റിപ്പോർട്ടിംഗ് ആണ് പ്രേക്ഷകർ കണ്ടത്. റിപ്പോർട്ടർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും CPM സ്വീകരിക്കാൻ പോകുന്ന നടപടികളെ സാഗൂതം വീക്ഷിക്കുകയും അവരവരുടെ വീക്ഷണകോണിലൂടെ വാർത്തകളെ വിന്യസിക്കുകയും ചെയ്തു. 25 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെ നടപടികളാണ് തോൽവിക്ക് പിന്നാലെ CPM സ്വീകരിച്ചത്? അതിനോട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുതരം നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് ലാബ്. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വളരെ നിർണായകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു യോഗം നാളെ മുതൽ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തുടങ്ങുകയാണ്. കേരളത്തിൽ നിന്നുമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗം വളരെ പ്രധാനപ്പെട്ട യോഗമായിരിക്കുമെന്നതിൽ സംശയമില്ല. ചരിത്രത്തിലെ തന്നെ വലിയ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ CPM എന്തൊക്കെ ഈ ഒരു മാസത്തിടെ ചെയ്തുവെന്ന് ആദ്യം പരിശോധിക്കാം. അതിനോട് മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടും പരിശോധിക്കപ്പെടേണ്ടതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന ശേഷം CPM കടന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലേക്കായിരുന്നു. തെക്കെന്നോ വടക്കെന്നോ ഭേദമില്ലാതെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശനം ഉയർന്നു വന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെതിരെയുമായിരുന്നു വിമർശനത്തിൻ്റെ കുന്തമുന. 10-ന് മുകളിൽ അംഗസംഖ്യയുണ്ട് ഓരോ ജില്ലയിലെയും സെക്രട്ടേറിയറ്റ് എന്ന ഘടകത്തിന്. ഇതിൽ പകുതിയിലേറെ പേരും പിണറായിയെയും ഗോവിന്ദനെയും നേരിട്ട് വിമർശിച്ചു എന്നായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ ന്യൂസ് ലാബ് 2 എപ്പിസോഡുകൾ ചെയ്തിരുന്നു. ഇവിടെ ഉണ്ടായ പ്രധാന പ്രശ്നം, ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങളുടെ ചുവട് പിടിച്ചാണ് തൊട്ടുപിറ്റേന്ന് ജില്ലാ കമ്മിറ്റികളും ചേർന്നത്. ജില്ലാ നേതാക്കളായിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്നും അവർക്ക് പോലും CPM എന്ന പാർട്ടിയെക്കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലെന്നും ന്യൂസ് ലാബിന് മനസ്സിലായി എന്നതാണ് വസ്തുത. പിണറായി വിജയൻ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് ആരാണ്? സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ശുപാർശ പരിഗണിച്ച് CPMൻ്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയുമാണ് പിണറായി വിജയൻ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. അല്ലാതെ പിണറായി വിജയൻ MV ഗോവിന്ദനെ ഫോണിൽ വിളിച്ച് ഞാൻ ധർമ്മടത്ത് മത്സരിക്കും, ബാക്കി 139 സീറ്റിലെയും കാര്യങ്ങൾ നിങ്ങൾ പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും ചേർന്ന് തീരുമാനിക്കൂ എന്നല്ലല്ലോ. CPM എന്ന ജനകീയ ജനാധിപത്യ വിപ്ലവം ആശയമാക്കിയ പാർട്ടി അതിൻ്റെ ഘടനാപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണല്ലോ ഈ തീരുമാനങ്ങളൊക്കെയും എടുത്തിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ LDF സർക്കാർ മുന്നോട്ട് വെച്ച ഏത് പദ്ധതിയാണ് CPM സംസ്ഥാന നേതൃത്വം അറിയാതെ പോയിട്ടുള്ളത്? അങ്ങനെ ആരോടും പറയാതെ തീരുമാനമെടുക്കാൻ ഇത് പിണറായി വിജയൻ്റെയോ MV ഗോവിന്ദൻ്റെയോ പാർട്ടി അല്ലല്ലോ. അതിന് കളക്റ്റീവായ ഒരു ലീഡർഷിപ്പാണുള്ളത്. അത് കൃത്യവും വ്യക്തവുമായി ഘടനാപരമായി തന്നെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനാണ് തീരുമാനമെടുക്കാനുള്ള അന്തിമമായ ചുമതല. അതായത് ഓരോ തീരുമാനങ്ങൾക്ക് പിന്നിലും കൂട്ടുത്തരവാദിത്തം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതറിയാത്തവരാണോ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റികളിലും ഉള്ളത്? മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ ഇത്രയ്ക്ക് വിവരദോഷികളാണല്ലോ എന്നോർത്തപ്പോൾ സത്യത്തിൽ നിരാശ തോന്നി. മിക്ക ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾക്ക് ശേഷം മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ സത്യവിരുദ്ധമാണെന്ന് പ്രസ്താവന ഇറക്കുകയോ ജില്ലാ സെക്രട്ടറിമാർ ബൈറ്റ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും മാധ്യമത്തിനെതിരെ വ്യാജ വാർത്ത ചമച്ചു എന്നതിൻ്റെ പേരിൽ കേസ് കൊടുത്തു എന്നതായി വിവരമുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. അതായത് വിമർശനമുണ്ടായി എന്ന കാര്യം സത്യമാണ്, അത് ചോർത്തി കൊടുത്തിട്ടുമുണ്ട്. കേഡർ സ്വഭാവം എന്ന് ആവർത്തിക്കുമ്പോഴും
പാർട്ടി ശത്രുക്കളായ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകാനും വിധം മടിയില്ലാത്ത കേഡർ, നല്ല ബെസ്റ്റ് കേഡർ. ന്യൂസ് ലാബ് അന്നേ പറഞ്ഞിരുന്നു, ഇതൊരു പ്രത്യേകതരം അജണ്ട സെറ്റ് ചെയ്യലാണ്. തോൽവിയുടെ കാരണം പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ തലയിലിട്ട് ജില്ലാ ഏരിയ നേതാക്കൾക്ക് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നതെന്ന്, അതിൻ്റെ അപകടവും നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് ഓർമ്മ. ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ചുകളിലും ഇത് ആവർത്തിക്കും. അതായത് തോൽവിക്ക് ഒരൊറ്റ പ്രവർത്തകനും കാരണമായിട്ടില്ല, എല്ലാത്തിനും കാരണം പിണറായിയും ഗോവിന്ദനും തന്നെ. 17-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും 89-അംഗ സംസ്ഥാന കമ്മിറ്റിയെയും പിന്നെ എന്തിനാണ് സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തത്? ന്യൂസ് ലാബ് ഉറപ്പിച്ചു പറയുന്നു, ഇത് പിണറായി വിജയൻ വരുത്തി വെച്ച തോൽവിയല്ല, എം വി ഗോവിന്ദൻ വരുത്തി വെച്ച തോൽവിയുമല്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകളും ആത്യന്തികമായി ഓരോ പാർട്ടി അംഗവും ഈ കനത്ത തോൽവിക്ക് കാരണക്കാരാണ്. താൻ ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ഓരോ പാർട്ടി അംഗവും സ്വയം പരിശോധിക്കാതെ CPMന് കേരളത്തിൽ അത്ര വേഗം ഇലക്ടറൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാകാൻ കഴിയില്ല. അതൊരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. സാമൂഹികമായി സാംസ്കാരികമായി ഒരുപാട് കാര്യങ്ങൾ ഉയർത്തിക്കാട്ടാനുണ്ടാകും. പക്ഷേ അവയൊക്കെ പരിശോധിക്കും മുന്നേ ഓരോ പാർട്ടി അംഗവും സ്വയം പരിശോധനയ്ക്ക് വിധേയമാകണം. എങ്കിൽ മാത്രമേ CPMന് കഴിഞ്ഞകാല പ്രതാപത്തിലേക്ക് നടന്നെത്താൻ കഴിയുകയുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം വരുന്നത്, നാളെ ചേരുന്ന CPM സംസ്ഥാന കമ്മിറ്റി എന്തിനാണെന്നുള്ളതാണ്. അതിനുള്ള ഉത്തരത്തിലേക്ക് കടക്കണമെങ്കിൽ ഇന്നുവരെ CPM എന്തു ചെയ്തുവെന്ന് പരിശോധിക്കണം. 40,000-ത്തിനടുത്ത് ബ്രാഞ്ചുകൾ CPMനുണ്ട്. അതായത് 5.25 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ CPMനുണ്ട്. അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് യോഗങ്ങൾ 90% ചേർന്ന് കഴിഞ്ഞു. ഓരോ ലോക്കൽ കമ്മിറ്റികളും എടുത്ത് പരിശോധിച്ചാൽ 1-2 ബ്രാഞ്ചുകൾ മാത്രമാണ് ഇനി ചേരാനുള്ളത്. ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് ബ്രാഞ്ച് യോഗങ്ങളിൽ പങ്കെടുത്തത്. റിപ്പോർട്ടിംഗ് എന്ന പ്രക്രിയയ്ക്കപ്പുറം പാർട്ടി അംഗങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം കേൾക്കുകയും അത് എഴുതിക്കൊണ്ട് പോവുകയുമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജില്ലാ ഏരിയ ഘടകങ്ങൾ ഉയർന്ന പിണറായി ഗോവിന്ദൻ വിരുദ്ധത ആയിരുന്നില്ല മിക്ക പാർട്ടി ബ്രാഞ്ചുകളും ചർച്ച ചെയ്തത്. പ്രാദേശികമായി എന്തൊക്കെ വീഴ്ചകൾ വന്നു എന്ന പരിശോധനയാണ് നടന്നത്. അത് എത്രത്തോളം ആത്മനിഷ്ഠമായി നടന്നു എന്ന കാര്യത്തിൽ ന്യൂസ് ലാബിന് സംശയമുണ്ട്. എത്ര പേർ തങ്ങളുടെ വീഴ്ചകൾ ഉള്ളു തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ പതിവിന് വിപരീതമായി പാർട്ടി ബ്രാഞ്ചുകൾ കൃത്യമായി ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മിക്ക പാർട്ടി അംഗങ്ങളും ബ്രാഞ്ച് യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തോൽവിക്ക് മുന്നേ ഒരു ബ്രാഞ്ച് യോഗം വിളിച്ചാൽ ആകെയുള്ള 15 പേരിൽ 5 പേര് തന്നെ പങ്കെടുക്കുന്നത് വിരളമായിരുന്നു. എന്നാൽ തോൽവിയോടെ അതിന് വിരാമമായിട്ടുണ്ട്. ന്യൂസ് ലാബ് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, CPM ഒരു സമര സംഘടനയാണ്. അതിന് വ്യവസ്ഥാപിത ഘടനയിലേക്ക് CPM കടന്നത് തോൽവിക്ക് ശേഷമാണ് എന്ന കാര്യം പരമാർത്ഥമാണ്. അപ്പോൾ നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി ഇനിയാണ് വരുന്നത്. നാളെയും മറ്റന്നാളുമായി ചേർന്ന സംസ്ഥാന കമ്മിറ്റി താഴെത്തട്ടിൽ ചേർന്ന കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിക്കും. അതിനുശേഷം ആദ്യഘട്ട വിലയിരുത്തൽ രേഖ തയ്യാറാക്കി വീണ്ടും താഴെത്തട്ടിലേക്ക് ഇറങ്ങും. അതായത് ഈ റിപ്പോർട്ട് പാർട്ടി ബ്രാഞ്ചുകൾ വീണ്ടും ചേർന്ന് ചർച്ച ചെയ്യും. ഇതിൽ ഓരോ അംഗത്തിനും പറയാനുള്ളത് നേതൃത്വം ശ്രദ്ധയോടെ കേൾക്കും. അതിനുശേഷം ലോക്കൽ തലത്തിലും അസംബ്ലി തലത്തിലും ജില്ലാ തലത്തിലും റിപ്പോർട്ടുകൾ തയ്യാറാക്കും. ഇതിനുശേഷം വീണ്ടും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് അന്തിമമായതും ശാസ്ത്രീയവുമായ തീർപ്പിലെത്തും. അതോടെയാകും തോൽവിയുടെ കാരണം ആത്യന്തികമായി CPM വിലയിരുത്തിയെന്ന് പറയാനാവുക. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ എം വി ഗോവിന്ദനെ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ അല്ല CPM ചെയ്യേണ്ടതെന്ന് ന്യൂസ് ലാബ് വിലയിരുത്തുന്നു. അതിന് പകരമായി പറയാനുള്ളത് 2 ചെറിയ പുസ്തകങ്ങൾ പാർട്ടി അംഗങ്ങളായ 5.25 ലക്ഷം പേരും നിർബന്ധമായും വായിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിലൊന്നാമത്തേത് പാർട്ടി ഭരണഘടനയാണ്. 40 രൂപ മാത്രമാണ് വില. ചിന്താ ബുക്ക് സ്റ്റാളിൽ ലഭ്യമാണ്. 32 പേജ് മാത്രമുള്ള പാർട്ടി ഭരണഘടന ഇനിയെങ്കിലും വായിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ CPM എന്നതിൻ്റെ അടിസ്ഥാനം പാർട്ടി അംഗങ്ങൾക്ക് മനസ്സിലാകൂ. അടുത്തതായി 100 രൂപ വിലയുള്ള മറ്റൊരു പുസ്തകമാണ് പാർട്ടി പരിപാടി. 100 രൂപയാണ് വില. ചിന്താ ബുക്ക് സ്റ്റാളിൽ കിട്ടും. 64 പേജുകളിലായി വിശദീകരിക്കുന്നുണ്ട് CPM എന്ന പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അതായത് 140 രൂപ മുടക്കാൻ ഓരോ പാർട്ടി അംഗവും തയ്യാറാകണം എന്നതാണ് ന്യൂസ് ലാബ് പറഞ്ഞു വരുന്നത്.
കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയൊക്കെ പിന്നീട് വായിച്ചാലും മതിയാകും. ഓഡിയോ രൂപത്തിലൊക്കെ ലഭ്യമാണ് താനും. സമയം പോലെ കേട്ടാൽ മതി. പക്ഷേ പാർട്ടി ഭരണഘടനയും പാർട്ടി പരിപാടിയും ഓരോ പാർട്ടി അംഗവും നിർബന്ധമായും വായിച്ചിരിക്കണം. അതിന് പാർട്ടി നേതൃത്വം മുൻകൈ എടുക്കണം, മോണിറ്റർ ചെയ്യണം. പാർട്ടി വിദ്യാഭ്യാസം കൊടുക്കാൻ നേതൃത്വം തയ്യാറാകാതിരിക്കുകയും പഠിക്കാൻ അംഗങ്ങൾ തയ്യാറാകാതിരിക്കുകയും ചെയ്താൽ പാർട്ടി എന്ന പേരിൽ ആൾക്കൂട്ടമുണ്ടാകും. പക്ഷേ അത് സത്ത ചോർന്ന CPM മാത്രമായിരിക്കും. പുതിയ സർക്കാർ ധവളപത്രത്തിലടക്കം അതിൻ്റെ വലതു സ്വഭാവം കാണിച്ചു തുടങ്ങി എന്ന പരമാർത്ഥം കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണമടക്കം ഉമ്മൻചാണ്ടി കാലത്തേക്കാൾ അതിവേഗം ബഹുദൂരം VD സതീശൻ കാലത്ത് നടപ്പാകും. പ്രതിരോധിക്കാൻ ഇവിടെ ഒരു പാർട്ടിയേ ഉള്ളൂ എന്ന കാര്യം ജനങ്ങൾക്കറിയാം. അവർ പ്രതീക്ഷയോടെ നോക്കുന്നത് CPMനെ ആയിരിക്കും. അക്കാര്യം ഓരോ പാർട്ടി അംഗവും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ന്യൂസ് ലാബ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന വ്യാജ പൊതുബോധത്തെ തുറന്നു കാണിക്കാൻ CPM നേതൃത്വം എണ്ണയിട്ട യന്ത്രത്തെപ്പോലെ പ്രവർത്തിക്കേണ്ട കാലമാണിത്. ദേശാഭിമാനിയും കൈരളിയും കൊണ്ട് ഇതിനെയൊക്കെ മറയ്ക്കാമെന്ന് കരുതുന്നത് പാഴ്മുറം കൊണ്ട് മലവെള്ളപ്പാച്ചിലെ തടയാമെന്ന് കരുതുന്നതിന് തുല്യമാണ്. അതിന് വ്യക്തമായ പദ്ധതി കൂടി CPMന് ഉണ്ടാകേണ്ടതുണ്ട്. സൈബർ സ്പേസിൽ CPM നിശ്ചലമാണ്. നവമാധ്യമ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ട് പ്രൊഫഷണലായ സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലത്തെ അതിജീവിക്കുക എന്നത് അസാധ്യമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വർഷം അവസാനത്തോടെ പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കമാകും. CPMൻ്റെ ഏറ്റവും വലിയ ഫോറമായ പാർട്ടി കോൺഗ്രസ് 2028 നടക്കും. അതുവരെ ഗോവിന്ദ മാഷും സ്വരാജുമൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. അല്ലാതെ മാധ്യമങ്ങളുടെ വിചാരണ കൊണ്ടോ സോഷ്യൽ മീഡിയയിലെ കപട ബുദ്ധിജീവികളുടെ വെർബൽ ഡയറിയ കൊണ്ടോ അല്ല പാർട്ടി തിരുത്തപ്പെടേണ്ടത് എന്ന് തന്നെയാണ് ന്യൂസ് ലാബിൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ എങ്ങനെ തോറ്റു എന്നതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ CPMൻ്റെ ഓരോ ഘടകവും കൃത്യമായി ചേരട്ടെ. അല്ലാതെ കേരളത്തിൻ്റെ ഭാഗധേയം നിർണയിച്ച ഇനിയും നിർണയിക്കേണ്ട ഒരു പാർട്ടിയെ അങ്ങനെ അങ്ങ് വില കുറച്ച് കാണേണ്ടതില്ലെന്ന് തന്നെയാണ് ന്യൂസ് ലാബിന് ഉറപ്പിച്ച് പറയാനുള്ളത്. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.